नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं सुगमुखात् अमृतद्रवसंयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण. ശ്രീമദ്ഭാഗവതം തൃതീയസ്കന്ധം അധ്യായം 27 ഭൗതിക പ്രകൃതിയെ മനസ്സിലാക്കൽ. ശ്ലോകം 26 മുതൽ 30 വരെ വായിക്കാം. ഏവം വിദിതാ തത്വസ്യ പ്രകൃതിർമയി മാനസം യുഞ്ജതോ നാപകുരുത ആത്മാ രാമസ്യ കർഹിചിത്. യദൈവാധ്യാത്മരത കാലേന ബഹുജന്മനാ സർവത്ര ജാതവൈരാഗ്യ ആ ബ്രഹ്മഭുവനാന്മുനി. മദ്ഭക്താ പ്രതിബുദ്ധാർത്തോ മത്പ്രസാദേന ഭൂയസാ നിശ്രേയസം സുസംസ്ഥാനം കൈവല്യാഖ്യം മദാശ്രയം പ്രാപ്നോതീഹാഞ്ജസാധീര സുദൃശാ ഛിന്ന സംശയഃ യദ്ഗത്വാ ന നിവർത്തേത യോഗീ ലിംഗാദ് വിനിർഗമേ. യഥാ ന യോഗോ വചിതാസു ചേദോ മായാസു സിദ്ധസ്യ വിഷഞ്ജതേംഗ അനന്യഹേതുഷധമേ ഗതി സ്യാത് ആത്യന്തികീ യത്ര ന മൃത്യുഹാസഃ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. സുപ്രഭ മാതാജി വായിച്ചു. നമ നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്യതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 3 അധ്യായം 27 ഭൗതിക പ്രകൃതിയെ മനസ്സിലാക്കൽ. ശ്ലോകം 26. ഏവം വിദിത തത്വസ്യ പ്രകൃതിർമയി മാനസം യുഞ്ജതോ നാപകുരുത ആത്മരാമസ്യ കർഹിചിത്. വിവർത്തനം. ആത്മാരാമനായ ഒരു വ്യക്തിക്ക് പരമോന്നതന്റെ സത്യം അറിവുള്ളതിനാലും അവന്റെ മനസ്സ് സദാ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനിൽ മുഴുകിയിരിക്കുന്നതിനാലും അവൻ ഭൗതിക കർമ്മങ്ങളിൽ വ്യാപൃതനായാൽ പോലും
ഭൗതിക പ്രകൃതിയുടെ സ്വാധീനം അവന് ഉപദ്രവമുണ്ടാക്കില്ല. ശ്ലോകം 27. യദൈവ മത്യാത്മരത കാലേന ബഹുജന്മന സർവത്ര ജാത വൈരാഗ്യ ആബ്രഹ്മഭുവനാ മുനി. വിവർത്തനം. അപ്രകാരം ഒരു വ്യക്തി അനേകം വർഷങ്ങളോളം ഭക്തിയുത സേവനത്തിലും ആത്മസാക്ഷാത്കാരത്തിലും വർത്തിക്കുമ്പോൾ അവൻ അത്യുന്നത ഗ്രഹമെന്നറിയപ്പെടുന്ന ബ്രഹ്മലോകം ഉൾപ്പെടെ ഏത് ഭൗതിക ഗ്രഹത്തിലും ആസ്വാദനത്തിന് വൈമനസ്യമുള്ളവനായി തീരുകയും പൂർണ്ണമായി അവബോധത്തിൽ വികസിക്കുകയും ചെയ്യും. ശ്ലോകം 28-29. മത്ഭക്ത പ്രതിബുദ്ധാർത്ഥോ മത്പ്രസാദേന ഭൂയസ നിശ്രേയസം സ്വസംസ്ഥാനം കൈവല്യാഖ്യം മദാശ്രയം പ്രാപ്നോതി ഇഹ അഞ്ജസാ ധീര സ്വദൃശാ ഛിന്ന സംശയ യദ്ഗത്വാന നിവർത്തേത യോഗീലിംഗാത് വിനിർഗമേ. വിവർത്തനം. എന്റെ ഭക്തൻ എന്റെ അളവറ്റ നിഷ്കാരണമായ കരുണയാൽ ആത്മസാക്ഷാത്കാരം നേടുന്നു. അങ്ങനെ എല്ലാ സംശയങ്ങളിൽ നിന്നും മോചിതനാകുമ്പോൾ പ്രത്യക്ഷത്തിൽ എന്റെ അധീനതയിലുള്ള കലർപ്പില്ലാത്ത പരമാനന്ദത്തിന്റെ ആത്മീയ രൂപമായ ലക്ഷ്യത്തെ നോക്കി അവൻ പുരോഗമിക്കുന്നു. ഇപ്പോഴുള്ള ഭൗതിക ശരീരം ഉപേക്ഷിച്ചതിനു ശേഷം നിഗൂഢമാകുന്ന ഭക്തൻ അതീന്ദ്രിയ വസതിയിലേക്ക് പോകുന്നു. പിന്നീട് ഒരിക്കലും തിരിച്ചു വരുന്നില്ല. ശ്ലോകം 30. യദാന യോഗോ ഉചിതാസു ചേതോ മായാസു സിദ്ധസ്യ വിഷഞ്ജതേ അംഗ അനന്യഹേതുഷ്വത മേഘത സ്യാത് ആത്യന്തികീയത്ര ന മൃത്യുഹാസ. വിവർത്തനം. ഒരു പരിപൂർണ യോഗിയുടെ ശ്രദ്ധ ബാഹ്യശക്തിയുടെ ആവിഷ്കാരങ്ങളായ നിഗൂഢ സിദ്ധികളാൽ ആകർഷിക്കപ്പെടാത്തിടത്തോളം എന്നെ ലക്ഷ്യമാക്കുന്നതിലുള്ള അവന്റെ പുരോഗതി അപരിമേയമാവുകയും തദ്വാര മരണത്തിന്റെ ശക്തിക്ക് അവനെ അതിജീവിക്കാൻ കഴിയാതാവുകയും ചെയ്യും. ശ്രീമദ് ഭാഗവതം 3-ാം സ്കന്ധം 27-ാം അധ്യായം ഭൗതിക പ്രകൃതിയെ മനസ്സിലാക്കൽ എന്ന ഭക്തിവേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സുപ്രഭ മാതാജി. ഹരേ കൃഷ്ണ. ഇവിടെ ഭഗവാൻ ഭക്തിയിൽ പ്രവേശിച്ച ഒരു വ്യക്തി ഭക്തിയിൽ പ്രവേശിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ എങ്ങനെയാണ് ഉയർന്നു വരുന്നത് എന്നുള്ള കാര്യം കഴിഞ്ഞ ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞു. തീവ്രമായിട്ടുള്ള ഭക്തി ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ജ്ഞാനവും വൈരാഗ്യവും വർദ്ധിച്ചു വരികയും ആ വ്യക്തിക്ക് ഭഗവാനുമായിട്ടുള്ള ബന്ധം മനസ്സിലാവുകയും ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ആ വ്യക്തി ഭൗതിക ബോധത്തിൽ നിന്ന് ഉണർന്ന് ഈശ്വരാവബോധത്തിലേക്ക് അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിലേക്ക് ഉണരുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഉണർന്ന വ്യക്തിക്ക് ഭൗതികമായിട്ടുള്ള ആസ്വാദനമെല്ലാം ഒരു സ്വപ്നത്തിന്റെ തുല്യമാണ് എന്ന് മനസ്സിലാവുകയും പിന്നീട് ഭൗതിക പ്രകൃതി അദ്ദേഹത്തിനെ ആകർഷിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഭഗവാൻ തുടർന്ന് ആ ഭക്തിയിൽ ഉറച്ചു നിന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള മറ്റ് നേട്ടങ്ങളെ കുറിച്ച് പറയുന്നു. 26-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഏവം വിദിത തത്വസ്യ പ്രകൃതിർ മയി മാനസം യുഞ്ജതോ നാപകുരുത ആത്മാരാമസ്യ കർഹിച്ചത്. എങ്ങനെയുള്ള വ്യക്തിയാണ് ഈ ഭൗതിക പ്രകൃതി ബാധിക്കാതിരിക്കുന്നത് എന്ന് വളരെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഭഗവാൻ പറയുകയാണ്. ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നു, പ്രകൃതിർ മയി മാനസം, ഭഗവാനിൽ മനസ്സ് അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ ഈ ഭൗതിക പ്രകൃതി ബാധിക്കുന്നില്ല. യുഞ്ജതോ നാപകുരുത, പിന്നീട് ആ ഭൗതിക പ്രകൃതിക്ക് ആ വ്യക്തിയെ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മനസ്സ് ഭഗവാന് അർപ്പിക്കുക എന്നുള്ളതാണ്. ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, മന്മന, മനസ്സാണ് നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ ബന്ധിപ്പിച്ച് നിർത്തുന്നതും ഈ ഭൗതിക ലോകത്തിൽ നിന്നും മുക്തനാകാൻ സഹായിക്കുന്നതും മനസ്സാണ്. മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയെ എന്ന് ശാസ്ത്രത്തിൽ പറയുന്നു. അപ്പോൾ ആ മനസ്സാണ് നമ്മൾ ഭഗവാന് അർപ്പിക്കേണ്ടത്. ഭഗവാന് മനസ്സർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ ബന്ധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. ഭഗവാന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മളെ ഒരിക്കലും ബന്ധിപ്പിക്കുന്നില്ല. അല്ലാത്ത എല്ലാ കർമ്മങ്ങളും നമ്മളെ ഭൗതിക ലോകത്തിൽ ബന്ധിപ്പിച്ച് നിർത്തുന്നുണ്ട്.
ഒരേ പ്രവൃത്തി, രണ്ട് വ്യക്തികൾ ഒരേ പ്രവൃത്തികൾ ചെയ്താലും രണ്ടിനും രണ്ട് റിസൾട്ടാണ് ഉണ്ടാകുന്നത്. എങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി ഭഗവാന് വേണ്ടി ചെയ്യുന്നു, മനസ്സിൽ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. മറ്റേ വ്യക്തി സ്വന്തം ഇന്ദ്രിയ തൃപ്തിയെ മുൻനിർത്തിക്കൊണ്ട് പ്രവൃത്തികൾ ചെയ്യുന്നു. രണ്ട് വ്യക്തികളും ഭൗതിക ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു വ്യക്തിയെ ഭൗതിക പ്രകൃതി ബാധിക്കുന്നു, ഒരു വ്യക്തിയെ ഭൗതിക പ്രകൃതി ബാധിക്കുന്നില്ല. ഇതിന്റെ ഉദാഹരണം ശീലപ്രഭാതരെ കൊടുക്കുന്ന ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. രണ്ട് വ്യക്തികൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കും. ഒരു വ്യക്തി അത് ഭഗവാന്റെ ക്ഷേത്രമായിട്ട്, ഭഗവാന് വേണ്ടിയിട്ടുള്ള ഒരു ക്ഷേത്രം എന്നുള്ള രീതിയിൽ ഒരു കെട്ടിടം പണിയും. മറ്റേ വ്യക്തി തൻ്റെ ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടി, തനിക്ക് സുഖസൗകര്യങ്ങളോടുകൂടി താമസിക്കാൻ വേണ്ടി എന്നുള്ള മനോഭാവത്തിൽ ഒരു കെട്ടിടം നിർമ്മിക്കുന്നു. ഭഗവാന് വേണ്ടി കെട്ടിടം നിർമ്മിക്കുന്ന വ്യക്തി ഭഗവാന് ഒരു ക്ഷേത്രം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഭഗവാന് ആരാധന നടത്താനുള്ള സ്ഥലം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയെ ഭൗതിക പ്രകൃതി ബാധിക്കുന്നില്ല. ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടി കെട്ടിടം ഉണ്ടാക്കുന്ന വ്യക്തിയെ ഭൗതിക പ്രകൃതി ബാധിക്കുന്നു. രണ്ടുപേരും ചെയ്യുന്നത് ഒരേ പ്രവൃത്തിയാണ്. കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഒരേപോലെയാണ്. എല്ലാവരും കല്ലും മണ്ണും സിമന്റും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കെട്ടിടം ഉണ്ടാക്കുന്നത്. അവര് കോൺട്രാക്ടർമാരെ കാണണം, എഞ്ചിനീയർമാരെ കാണണം, അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ ഒരു വ്യക്തിയുടെ മനസ്സിലെന്താണ്? അത് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി, ഭഗവാന്റെ സേവനമായിട്ട് ചെയ്യുന്നു. മറ്റേ വ്യക്തി സ്വന്തം സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നു. അപ്പോൾ ഒരു വ്യക്തി, ഭഗവാന് വേണ്ടി ചെയ്യുന്ന വ്യക്തി ബന്ധിക്കപ്പെടുന്നില്ല. സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം സുഖസൗകര്യങ്ങളെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന വ്യക്തി ഭൗതിക ലോകത്തിൽ ബന്ധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സ് എന്താണ്? നമ്മുടെ ബോധം ഏത് നിലവാരത്തിലാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരേ പ്രവർത്തനങ്ങൾ ചെയ്താൽ തന്നെയും റിസൾട്ട് വ്യത്യസ്തമായിരിക്കും. ഇവിടെ പറയുന്നു, പ്രകൃതിർ മൈ മാനസം യുഞ്ചതോ നാമപുരുത. ഭഗവാന് മനസ്സർപ്പിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഭഗവാന്റെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശപ്രകാരമോ നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത്, ഈ ഭൗതിക ലോകത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഭൗതിക പ്രകൃതി വ്യക്തിയെ ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മനസ്സ് ഭഗവാനെ സമർപ്പിക്കുക, ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള വ്യക്തിയെ ഭൗതിക പ്രകൃതി ബാധിക്കുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നു. 27ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യഥ ഏവ അധ്യാത്മാരത കാലേന ബഹുജന്മന സർവത്ര ജാത വൈരാഗ്യ ആബ്രഹ്മ ഭുവനാൻ മുനി. അങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾക്ക് ഭഗവാന്റെ സേവനങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ഭഗവാന്റെ സേവനങ്ങൾ നമ്മൾ ചെയ്തു പോന്നാൽ നമ്മൾക്ക് ഭഗവാനോട് അതിയായ ആകർഷണം ഉണ്ടാവുകയും ഭഗവാനോട് നമ്മൾക്കുണ്ടായിരുന്ന ആ സ്നേഹം, നമ്മുടെ പ്രേമം ഉണർന്നു വരികയും ചെയ്യും. എല്ലാവരിലും കൃഷ്ണപ്രേമം ഉണ്ട് എന്നാണ് പറയുന്നത്. ജീവാത്മാവിന്റെ ഉള്ളിലെല്ലാം നമ്മൾ ഭക്തിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഭഗവാനോട് കൂടുതൽ ആകർഷണം ഉണ്ടാവുകയും ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാവുകയും ഭഗവാനോട് സ്നേഹപൂർവ്വം നമ്മൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഭഗവാനോടുള്ള ആ പ്രേമം, സ്നേഹം ഉണർന്നു കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തിക്ക് ബ്രഹ്മലോകത്തിലുള്ള ഐശ്വര്യങ്ങളിൽ പോലും ആകർഷണം ഉണ്ടാകില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ആ ബ്രഹ്മ ഭുവനാൻ മുനി സർവത്ര ജാത വൈരാഗ്യ ആ ബ്രഹ്മ ഭുവനാൻ മുനി. ബ്രഹ്മലോകത്തിലുള്ള ഐശ്വര്യങ്ങൾ, അവിടെ അനേക വർഷം ആയുസ്, എല്ലാ സുഖസൗകര്യങ്ങളും, യാതൊരു ഭൗതികമായിട്ടുള്ള കുറവുകളും ഇല്ലാതെ ജീവിക്കാം. അങ്ങനെയുള്ള ആകർഷണങ്ങളൊന്നും, ഐശ്വര്യങ്ങളൊന്നും അതുപോലും ഭക്തനെ ബാധിക്കുന്നില്ല, ആകർഷിക്കുന്നില്ല എന്ന് പറയുന്നു. എങ്ങനെയാണെങ്കിൽ ഭഗവാനോട് സ്നേഹപൂർവ്വം, ഭഗവാനോടുള്ള സ്നേഹം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഭൗതിക ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഗ്രഹങ്ങൾ പോലും ആ വ്യക്തിയെ ആകർഷിക്കുന്നില്ല. പിന്നെ ആ വ്യക്തിക്ക് സ്വർഗത്തിൽ പോകണമെന്നോ ഉയർന്ന ലോകങ്ങളിൽ പോകണമെന്നോ അല്ലെങ്കിൽ ബ്രഹ്മലോകത്തിൽ പോകണമെന്നോ പോലും, ഈവൻ വൈകുണ്ഠ ലോകത്തിൽ പോകണമെന്ന് പോലും ആഗ്രഹം ഉണ്ടാവില്ല.
ചൈതന്യ മഹാപ്രഭു പറയുന്നത് പോലെ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാത് ഭക്തിരഹൈതുകീത്വനി. എനിക്ക് ഭക്തി ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട എന്നുള്ള ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ഒരു വ്യക്തിക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് പറയും. അതെങ്ങനെയാണ്? അതിന് ഒരുപാട് കാലത്തെ ഭക്തിയിലുള്ള പരിശീലനം ആവശ്യമാണ്. ചിലപ്പോൾ ജന്മങ്ങളോളം തന്നെയുള്ള ഭക്തിയിലുള്ള പരിശീലനം ആവശ്യമാണ് എന്നിവിടെ പറയുന്നുണ്ട്. കാലേന ബഹുജന്മന എന്ന് ഭഗവാൻ പറയും. ഒരുപാട് ജന്മങ്ങളിലൂടെയുള്ള ഭക്തിയുത സേവനത്തിലൂടെയാണ് നമ്മൾക്ക് ഭഗവാനോടുള്ള ആ പ്രേമം വീണ്ടും ഉണർന്നു വരുന്നത്. അത് അത്ര എളുപ്പത്തിൽ ലഭിക്കുന്നതല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആ കൃഷ്ണപ്രേമം അത്ര എളുപ്പമല്ല. ഒരുപാട് ജന്മങ്ങളിലൂടെ ഭഗവാന്റെ സേവനം ചെയ്യുന്ന സമയത്ത് ആ കൃഷ്ണപ്രേമം ഉണർന്നു വരുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവരെ ഒരു ഐശ്വര്യവും, ഒരു ലോകത്തിലെ ഒരു ഐശ്വര്യവും, വൈകുണ്ഠ ലോകത്തിലുള്ള ഐശ്വര്യം പോലും അവരെ ആകർഷിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ പിന്നെ ബ്രഹ്മലോകത്തിന്റെ കാര്യം പറയാനില്ല. മാത്രമല്ല ഭക്തി ചെയ്യുന്നതിൽ നിന്നുള്ള മറ്റു നേട്ടങ്ങളും അവർ പ്രതീക്ഷിക്കുന്നില്ല. ഭക്തി ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ഭഗവാനെ കുറിച്ച് ജ്ഞാനമുണ്ടാകും, അല്ലെങ്കിൽ മറ്റു നേട്ടങ്ങളുണ്ടാകും, ഇതൊന്നും ആ വ്യക്തി ചിന്തിക്കുന്നില്ല. അതിന് ഉദാഹരണം ചില പ്രഭാതർ പറയുന്നുണ്ട്. ഗോലോക വൃന്ദാവനത്തിലുള്ള ഭക്തന്മാർ അവർ ഭഗവാനെ കുറിച്ച് അറിയാൻ പോലും ശ്രമിക്കുന്നില്ല. ആരാണ് ഭഗവാൻ, എന്താണ് ഭഗവാന്റെ സ്ഥാനം, ഇതൊന്നും അറിയാൻ പോലും ശ്രമിക്കുന്നില്ല. അത് ഏറ്റവും ഉയർന്ന നിലവാരമാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ അവരെ നമ്മൾക്ക് അനുകരിക്കാൻ പെട്ടെന്ന് സാധിക്കുകയില്ല. നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവാനെ കുറിച്ച് അറിയണം. അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ആത്മീയമായിട്ട് ഉയരാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ഗോലോക വൃന്ദാവനത്തിലുള്ളവർ ഒന്നും ചിന്തിക്കുന്നില്ല. അവർ ഭഗവാനെ പ്രീതിപ്പെടുത്തണം, ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് ഭഗവാനെ സന്തുഷ്ടനാക്കണം എന്നുള്ള ചിന്താഗതി മാത്രമേ അവർക്ക്. ആ ഒരു നിലവാരമാണ് ഭക്തിയുടെ ഏറ്റവും ഉയർന്ന നിലവാരം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരെ പിന്നീട് ഒന്നും, ഒരു ഐശ്വര്യവും ആകർഷിക്കുന്നില്ല. അവർക്ക് അത്രയും വൈരാഗ്യമുണ്ടാവും. ഭൗതികമായിട്ടുള്ള വസ്തുക്കളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങളിലെല്ലാം അവർക്ക് വൈരാഗ്യമുണ്ടാവും. അവർക്ക് ആകെ ആകർഷണമുള്ളത് ആരോട് മാത്രമാണ്? ഭഗവാനോട് മാത്രമാണ് എന്നുള്ള ഒരു അവസ്ഥ അവർക്കുണ്ടാകും. അനന്യാചിന്തയെന്തോമാം, അവർക്ക് മറ്റൊരു ചിന്തയൊന്നുമില്ല. മറ്റ് യാതൊരു ചിന്തയുമില്ലാതെ ഭക്തി ചെയ്യാൻ അവർക്ക് സാധിക്കും. അത് ഭക്തിയുടെ ഏറ്റവും ഉയർന്ന നിലവാരമാണ്. അതൊരുപാട് ജന്മങ്ങളിലൂടെയാണ് നേടാൻ സാധിക്കുന്നത് എന്ന് പറയുന്നു. അനേക ജന്മസംസിദ്ധ ഭഗവാനും ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. ഒരുപാട് ജന്മങ്ങളിലൂടെയാണ് ശുദ്ധഭക്തിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. അപ്പൊ ശുദ്ധഭക്തി എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ചീപ്പായിട്ടുള്ള കാര്യമല്ല. നമ്മൾ എന്തെങ്കിലും ഊഹാപോഹം വെച്ച് ചെയ്യുന്നതല്ല ശുദ്ധഭക്തി. അത് ക്രമേണയുള്ള ഉയർച്ചയാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് അത് ലഭിക്കുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 28 മുതൽ 29 വരെയുള്ള ശ്ലോകത്തിൽ പറയുന്നു. മദ്ഭക്ത പ്രതിബുദ്ധാർത്ഥോ മത്പ്രസാദേന ഭൂയസ നിശ്രേയസം സ്വസംസ്ഥാനം കൈവല്യാഖ്യം മദാശ്രയം. ഭക്തിയിൽ നമ്മൾക്ക് നിലനിൽക്കണമെങ്കിലും ഭക്തിയിൽ പുരോഗമിക്കണമെങ്കിലും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഭഗവാന്റെ പ്രസാദമാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ സന്തോഷമാണ്. ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഭക്തി. അങ്ങനെ ഭഗവാൻ പ്രസാദിച്ചാൽ നമ്മൾക്ക് ഭക്തിയിൽ ഉയർച്ച ഉണ്ടാകും. ഭഗവാനോടുള്ള പ്രേമം ഉണർന്നു വരണമെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദം. നമ്മൾ നേരിട്ട് ഭഗവാനെ പ്രസാദിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന സമയത്ത് ഗുരു സന്തുഷ്ടനായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭഗവാനും സന്തുഷ്ടനാണ്. ഗുരു സന്തുഷ്ടനാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നേരിട്ട് ഭഗവാൻ സന്തുഷ്ടനാണോ അല്ലയോ എന്നറിയാൻ നമ്മൾക്ക് സാധിക്കില്ല. നേരിട്ട് ഞാൻ ഭഗവാന്റെ ഭക്തനാണ്, നേരിട്ട് ഞാൻ ഗുരുവായൂരപ്പന്റെ ഭക്തനാണ് എന്ന് പറയുന്നവർ എൻ്റെ ഭക്തനല്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. എൻ്റെ ഭക്തനാണ് എന്ന് പറയുന്നവർ എൻ്റെ ഭക്തരല്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. എൻ്റെ ഭക്തന്റെ ഭക്തനാണ് എന്ന് പറയുന്നവനാണ് എൻ്റെ ഭക്തൻ. അപ്പൊ നമ്മളോട് ചോദ്യം വരുന്നത്, അവിടെ എത്തുന്ന സമയത്ത് നീ ആരുടെ ഭക്തനാണ്, നീ ആരെയാണ് സേവിച്ചിട്ടുള്ളത്, ആരാണ് നിന്റെ ഗുരു എന്നുള്ള ചോദ്യമുണ്ട്. അതിന് നമ്മൾക്ക്
കൃത്യമായിട്ട് ഉത്തരം പറയാൻ സാധിക്കണം. ആരെയാണ് നമ്മൾ സേവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം. ഇപ്പൊ നമ്മൾക്ക് ശ്രീലപ്രഭുപാദരെ സേവിക്കാൻ സാധിക്കും. ശ്രീലപ്രഭുപാദരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഈ ഗ്രന്ഥങ്ങളിൽ മുഴുവൻ ശ്രീലപ്രഭുപാദരുടെ നിർദ്ദേശങ്ങളാണ്. അത് അംഗീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ശ്രീലപ്രഭുപാദരുടെ അനുഗ്രഹം ഉണ്ടാകും. അങ്ങനെ ആ ഗുരുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും. ആ ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മൾക്ക് ഭക്തിയിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരാനും സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഭഗവാന്റെ അനുഗ്രഹം ഏറ്റവും പ്രധാനമാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഏത് യോഗത്തിൽ വിജയിക്കണമെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം ആവശ്യമാണ്. ഇവിടെ ഭക്തിയോഗത്തിൽ വിജയിക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരും. ഓരോ ഘട്ടത്തിലും ഭഗവാന്റെ പ്രസാദം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മത് പ്രസാദാത് തരിഷ്യസി, ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. മച്ചിത്ത സർവദുർഗാണി മത് പ്രസാദാത് തരിഷ്യസി. ഭക്തി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും. പക്ഷെ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ സമയത്തും നമ്മൾ ഭഗവാനെ ആശ്രയിക്കുന്നതിൽ നിന്ന് വിട്ടുപോകാതെ ഭഗവാനെ തന്നെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ കാരുണ്യം നമ്മൾക്കുണ്ടാകും. അങ്ങനെയാണ് നമ്മൾ ഭക്തിയിൽ ഓരോ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് കടക്കുന്നത്. പിന്നീട് ഈ അദ്ദേഹത്തിന്റെ അവസാനത്തെ ശ്ലോകം 30-ാമത്തെ ശ്ലോകമാണ്. 30-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, മറ്റൊരു ആകർഷണത്തിലും പെടാതെ യഥാന യോഗോപചിതാസു ചെയ്തു. ഭക്തി ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ വളരെ അനായാസമായിട്ട് ലഭിക്കുന്ന അവസ്ഥയുണ്ടാകും, അല്ലെ? സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, അല്ലെങ്കിൽ അനുയായികൾ, അല്ലെങ്കിൽ മുക്തി, ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ലഭിക്കും. അങ്ങനെയുള്ള ഭക്തിയുടെ ബൈ പ്രോഡക്റ്റുകൾ, ഭക്തി ചെയ്യുന്നതിൽ നമ്മൾക്ക് സൈഡായിട്ട് പല അനുഗ്രഹങ്ങളും ലഭിക്കും. അതിലൊന്നും ആകർഷണമില്ലാതെ ഭഗവാനെ സേവിക്കണം അല്ലെങ്കിൽ ഭഗവാനെ തൃപ്തനാക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി മുന്നേറുന്ന വ്യക്തിക്ക് ഭൗതിക പ്രകൃതിയുടെ എല്ലാ ആകർഷണങ്ങളിൽ നിന്നും പരിപൂർണ മുക്തനായി തീരാൻ സാധിക്കുമെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തിയെ ഈ ഭൗതിക പ്രകൃതി പിന്നീട് ഒരിക്കലും ആകർഷിക്കുന്നില്ല. ഭൗതിക പ്രകൃതിയുടെ ആകർഷണത്തെക്കാൾ ഒരു വ്യക്തി ശക്തനായിട്ട് മാറും. അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ആ വ്യക്തിക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെയുള്ള ഭക്തനെ കുറിച്ചാണ് പറയുന്നത്? ഭക്തി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മറ്റനുഗ്രഹങ്ങളിലൊന്നും ആകർഷിതനാകാതെ. സിദ്ധിയെ കുറിച്ചാണ് ഇവിടെ പ്രത്യേകിച്ചും പറയുന്നത്. ഭക്തി ചെയ്യുന്ന സമയത്ത് പല നിഗൂഢ സിദ്ധികളും ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ സിദ്ധിയുടെ പുറകെ പോകാതെ, അഷ്ടസിദ്ധികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? അണിമ, ലഘിമ, പ്രാഗാമ്യം, പ്രാപ്തി, ഈശിത്തം, വശിത്തം എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്തമായിട്ടുള്ള സിദ്ധികളുണ്ട്. ആ സിദ്ധികളിൽ ഒന്നും ആകർഷിതനാകാതെ, സിദ്ധികൾക്ക് വേണ്ടി അല്ലാതെ ഭഗവാനെ തൃപ്തനാക്കണം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഭക്തനെ പിന്നീട് ഈ ഭൗതിക പ്രകൃതി ഒരിക്കലും ആകർഷിക്കുന്നില്ല. ഭൗതിക പ്രകൃതിയുടെ ആകർഷണത്തിനേക്കാൾ ആ വ്യക്തി, ആ ജീവാത്മാവ് ശക്തനായി തീരും. അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ആ ജീവാത്മാവിന് ലഭിക്കും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇത് ദേവഹൂതിയുടെ ചോദ്യത്തിന് ഉത്തരമാണ്. ദേവഹൂതി എന്താണ് ചോദിച്ചിരുന്നത്? എങ്ങനെയാണ് ശക്തമായിട്ടുള്ള ഈ ഭൗതിക പ്രകൃതിയുടെ ആകർഷണത്തിൽ നിന്ന് ഒരു ജീവാത്മാവിന്, ഒരു സാധാരണ ഭൗതികമായിട്ട് പൂർണ്ണമായിട്ടും ബന്ധനത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ജീവാത്മാവിന് രക്ഷ നേടാൻ സാധിക്കുന്നത്? മോചനം എങ്ങനെയാണ് സാധ്യമാകുന്നത്? കാരണം ഭൗതിക പ്രകൃതിയുടെ ആകർഷണം വളരെ ശക്തമാണ്. മാത്രമല്ല ഈ ഒരു ജീവാത്മാവ് ഈ ഭൗതിക ലോകത്തിൽ ബന്ധനസ്ഥനാണ്. അതൊരു നിസ്സഹായ അവസ്ഥയിലാണ്. സ്വന്തമായിട്ടൊന്നും പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ എങ്ങനെയാണ് ഒരു ജീവാത്മാവിന് ഈ ഭൗതിക പ്രകൃതിയുടെ ആകർഷണങ്ങളിൽ നിന്നും മുക്തനാകാനും ഉയർന്ന് ചെല്ലാനും ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉപരിയായിട്ട് പുറത്തെത്താനും സാധിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉത്തരം ഭഗവാൻ പറഞ്ഞത് തീവ്രേണ ഭക്തിയോഗേന, തീവ്രമായിട്ടുള്ള ഭക്തിയോഗം പരിശീലിക്കുക, നിയമനിബന്ധനകളൊക്കെ അനുസരിച്ച്, യമനിയമങ്ങൾ അനുസരിച്ച് ഭക്തിയോഗം പരിശീലിക്കുക. ഭഗവാനെക്കുറിച്ച് ശ്രുതസമ്പ്രദേന, ഭഗവാനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും
ഭഗവത്ഗീതയിൽ നിന്നും ഭാഗവതത്തിൽ നിന്നും തുടർച്ചയായിട്ട് കേൾക്കുക. അങ്ങനെ തുടർന്നു പോന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ജ്ഞാനം ഉദിക്കുകയും വൈരാഗ്യമുണ്ടാവുകയും യഥാർത്ഥ ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുകയും ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവുകയും പിന്നീട് ഈശ്വര പ്രേമം ഉണ്ടാവുകയും ഭഗവാനോട് പ്രേമം ഉണ്ടാവുകയും മറ്റ് ഭൗതിക നേട്ടങ്ങളിലൊന്നും ആകർഷണമില്ലാതെ, സ്ഥിതികളിൽ പോലും ആകർഷണമില്ലാതെ, ബ്രഹ്മലോകത്തിന്റെ ഐശ്വര്യങ്ങളിൽ പോലും ആകർഷണമില്ലാതെ ഭഗവാന് വേണ്ടി മാത്രം ഭക്തി ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയിൽ എത്താൻ സാധിക്കുകയും അങ്ങനെ ഇരിക്കുന്ന ഒരു ഭക്തനെ ഈ ഭൗതിക പ്രകൃതി ആകർഷിക്കുന്നില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ ഭക്തിയിൽ പുരോഗമിച്ച വ്യക്തിയെ മാത്രമാണ് ഭൗതിക പ്രകൃതി ആകർഷിക്കാത്തത്. മറ്റ് യോഗങ്ങളിലൂടെ പോകുന്നവരെയൊക്കെ ഭൗതിക പ്രകൃതി മറ്റു പല കാര്യങ്ങളിലും ആകർഷിക്കുന്നുണ്ട്, സിദ്ധികളിൽ ആകർഷിക്കപ്പെട്ടു പോകുന്നു എന്ന് പറയും. ഭക്തൻ മാത്രമാണ് പൂർണ്ണമായിട്ടും ഈ ഭൗതിക പ്രകൃതിയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്ന് ഭഗവാൻ ഇവിടെ എടുത്തു പറയുന്നു. ഗീതയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ, മാംസയോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതീതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഭൗതിക പ്രകൃതിയുടെ മുഴുവൻ പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഭക്തി തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഇവിടെ ഭഗവാൻ എടുത്തു പറഞ്ഞു. അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഉയർച്ചയുടെ ഘട്ടങ്ങളും ഇവിടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നു. ഇനി അടുത്ത അധ്യായത്തിൽ, അങ്ങനെ ഈ അധ്യായം അവസാനിക്കുകയാണ്. ശ്രീമദ് ഭാഗവതം 3-ാം സ്കന്ധം 27-ാം അധ്യായം ഭൗതിക പ്രകൃതിയെ മനസ്സിലാക്കൽ എന്ന ഭക്തിവേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിക്കുന്നു. അടുത്ത അധ്യായത്തിൽ ഒരു ഭക്തൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഓരോ ഘട്ടത്തിലും ഭക്തി ചെയ്യുന്ന ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഭഗവാന്റെ നിർദ്ദേശങ്ങൾ, ഭക്തി ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഭഗവാൻ നിർദ്ദേശങ്ങൾ നൽകുന്നു. ആ നിർദ്ദേശങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ. അത് അതേപടി മനസ്സിലാക്കാൻ സാധിക്കുകയും അത് പ്രാക്ടീസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുമാണ്, നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ടതാണെന്ന് ശ്രീല പ്രഭുപാദർ ഇവിടെ അടുത്ത അധ്യായത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഈ സമ്പ്രദായം, ഭഗവാന്റെ നിർദ്ദേശങ്ങൾ വളരെ അംഗീകൃതമാണ്. അതുകൊണ്ട് നമ്മൾ അത് വളരെ ശ്രദ്ധാപൂർവം പാലിക്കണമെന്നാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്. നമ്മൾക്ക് അടുത്ത ദിവസം തൊട്ട് വായിക്കാം അടുത്ത അധ്യായം. ഭക്തിയുത സേവന നിർവഹണത്തിൽ കപിലന്റെ നിർദ്ദേശങ്ങൾ ആണ് അടുത്ത അധ്യായം. നമുക്ക് അടുത്ത ദിവസം ആരംഭിക്കാം. അപ്പൊ നമുക്ക് നാമം ജപിക്കാം. അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, ശ്രീകാന്ത് പ്രഭുജി ജപിച്ചോളൂ. जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंदा. हरे कृष्ण 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 हरे 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 राम हरे